നമസ്കാരം. ഇന്ന് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. സ്കൂളുകളിൽ ദിനാചരണങ്ങൾ ആചരിക്കാറുണ്ട്. അത് കുട്ടികളിൽ ആ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്ന് ഒക്ടോബർ 4 ലോക മൃഗദിനമാണ്. യഥാർത്ഥത്തിൽ മൃഗക്ഷേമ ദിനമാണ്. ഈ ഭൂമി എല്ലാ ജീവജാലങ്ങളുടേതുമാണ്. ബഹുഭൂരിപക്ഷം വരുന്ന മൃഗങ്ങൾക്കും ഈ പ്രപഞ്ചം അവകാശപ്പെട്ടതാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് 1925 മാർച്ച് 24 മൃഗദിനം ആദ്യമായി ആചരിച്ചത്. ജർമ്മനിയിലെ ബെർലിൻ സ്പോർട്സ് പാലസിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം ചേർന്നത്. അതിനെ തുടർന്ന് ജീവജാലങ്ങളോട് അനുകമ്പ കാണിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഓർമ്മദിനമായ ഒക്ടോബർ 4 1931 മുതൽ മൃഗദിനമായി ആചരിച്ചു വരുന്നു. ഈ ലോകത്ത് ആകെ 22 ലക്ഷത്തോളം ഇനം ജീവികളുണ്ട്. പല ജീവികളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. അതിൽ മത്സ്യങ്ങളുണ്ട്, ഉഭയജീവികളുണ്ട്, പ്രാണികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ, ചിലന്തിവർഗങ്ങൾ, പലതരത്തിലുള്ള ജന്തുവർഗങ്ങൾ ഇങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്നു. അതിനു കാരണം പ്രകൃതി ചൂഷണവും കാലാവസ്ഥയിലുള്ള വ്യതിയാനവും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയും ഒക്കെയാണ്. അതിന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയും അവരെ മൃഗസ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനും എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് മനുഷ്യസ്നേഹിയായ ജീവജാലങ്ങളോട് അനുകമ്പ കാണിച്ചിരുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഓർമ്മദിനമായ ഒക്ടോബർ 4 1931 മുതൽ മൃഗദിനമായി ആചരിച്ചു വരുന്നതിൻ്റെ കാരണം. ഈ ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.